5 days and 4 nights ആയിരുന്നു ഞങ്ങളുടെ മോണ്ടിനീഗ്രോ ട്രിപ്പ്. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നും ടിവറ്റ് എയർപോർട്ടിലോട്ട് ഞങ്ങൾ ഫ്ലൈ ചെയ്തത് Jet2 ഹോളിഡേയ്സിലാണ്. 4 hours ഓഫ് ഫ്ലൈയിങ് ടൈമിന് ശേഷം ഒരു ബസ് ഇറങ്ങി വെയിറ്റിംഗ് ഷെഡിലോട്ട് ചെല്ലുന്ന ലാഘവത്തോടെ ഞങ്ങൾ പാസ്പോർട്ട് കൺട്രോളിലേക്ക് എത്തിച്ചേർന്നു. UK BRP ഹോൾഡേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിസ ഒന്നും വേണ്ടി വന്നില്ല. അവിടെ നേരെ ഒരു ടാക്സി പിടിച്ച് ഈ കാണുന്ന റിസോർട്ടിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. 4 നൈറ്റ്സിലേക്ക് ഞങ്ങൾക്ക് 444 യൂറോസ് ആണ് ആയത്. അതായത് ഏകദേശം 40,000 റുപ്പീസ് ആണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചാർജസ്. ഇത് അവിടെ കാണുന്ന അപ്പാർട്ട്മെന്റ് ആണ് നമുക്കുള്ളത്. നല്ല സീ വ്യൂ ആണ് നമുക്ക് തന്നേക്കുന്ന അപ്പാർട്ട്മെന്റ്. സോ ഇതാണ് ഇൻഫിനിറ്റി പൂൾ. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ കാണാവുന്നതാണ്. 35 ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ ചെന്ന ദിവസത്തെ അവിടുത്തെ ടെമ്പറേച്ചർ. ഉച്ചയ്ക്ക് 2:30 മണിയായി. പാർക്കുഞ്ഞൊരു ഫ്രഷ് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞാനൊരു പ്രോൺസ് സ്പാഗറ്റി പറഞ്ഞു. ആൻഡ് പാർക്കുഞ്ഞ് സോ ഇതാണ് നമ്മുടെ ടിവറ്റിലെ റൂമിൽ സംഭവമൊന്നുമില്ല പറയാനായിട്ട്, പക്ഷെ വ്യൂ സൂപ്പറാണ് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് പൂൾ ആൻഡ് മൗണ്ടൻ വ്യൂ ഒക്കെ ആസ്വദിച്ച് നേരെ ഇൻഫിനിറ്റി പൂളിലേക്ക് ഇറങ്ങി. ഈ ഇൻഫിനിറ്റി പൂളിൽ നിന്നുള്ള സൺസെറ്റ് ഈ റിസോർട്ടിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ആൻഡ് ഇവർക്കൊരു പ്രൈവറ്റ് ബീച്ച് കൂടെ ഉണ്ട്. അത് ഞങ്ങൾ ചെന്ന സമയത്ത് ഓപ്പൺ ആയിരുന്നില്ല. പൂൾ ബാറിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രാത്രി ടാക്സി ഒക്കെ എടുത്ത് ഡിന്നർ കഴിക്കാൻ പോവാണ്. നമുക്ക് ഇവിടുത്തെ മിററിലൊക്കെ നമ്മുടെ പൈസ എത്രയാണെന്ന് അറിയാമെന്നൊക്കെ പാർക്കുഞ്ഞ് പറയുന്നുണ്ട്. ആണോ പാർക്കുഞ്ഞ്? പോർട്ടോ മോണ്ടിനീഗ്രോയിലെ ബിഗ് ബെൻ എന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു മെഡിറ്ററേനിയൻ മിക്സ് ഗ്രില്ലാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ആൻഡ് UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇൻ മോണ്ടിനീഗ്രോ സ്റ്റാർട്ട് ചെയ്തത് റിസോർട്ടിലെ ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. വാസോയുടെ ഈ വാനിൽ കയറി നേരെ പോർട്ടോ മോണ്ടിനീഗ്രോയിലോട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. സ്പീഡ് ബോട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ അജണ്ട. അൽബേനിയയുടെയും സെർബിയയുടെയും സെയിം രീതിയിലാണ് ഇവിടുത്തെ ഷോപ്സും റോഡ്സും എല്ലാം. പക്ഷേ ഇവിടെ അവർ യൂസ് ചെയ്യുന്നത് യൂറോയാണ്. വാസോ ഞങ്ങളെ അങ്ങനെ പോർട്ടോ മോണ്ടിനീഗ്രോയിൽ ഡ്രോപ്പ് ചെയ്തു. പോർട്ടോ മോണ്ടിനീഗ്രോ എന്ന ഈ ലക്ഷറിയസ് റീറ്റെയിൽ സ്പേസ് ആൻഡ് നെയ്ബർഹുഡ് ഗവൺമെന്റ് ഓഫ് ദുബായ് 2015 മേടിച്ച് ഡെവലപ്പ് ചെയ്തതാണ്. മോണ്ടിനീഗ്രോയിലെ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് ഈ പോർട്ടോ മോണ്ടിനീഗ്രോയിലാണുള്ളത്. ലോകത്തിലെ മില്യണേഴ്സ് ആൻഡ് ബില്യണേഴ്സ് അവരുടെ ലക്ഷറി യോട്ട്സ് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്പോട്ട് കൂടെയാണ് പോർട്ടോ മോണ്ടിനീഗ്രോ. ഏകദേശം 11:30 ആയി. ഞങ്ങളൊരു ഫ്രഷ് ജ്യൂസ് ഒക്കെ ഗ്രാബ് ചെയ്ത് നേരെ ടൗൺ സെന്റർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ദുബായ് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലായിടവും അറ്റ്മോസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്പീഡ് ബോട്ട് 12 മണിയാകുമ്പോൾ വരും. ആൻഡ് 1 മണിക്കൂറത്തേക്ക് 80 യൂറോയാണ് ഈ സ്പീഡ് ബോട്ടിന്റെ ചാർജസ്. അങ്ങ് ദൂരെ നമുക്ക് മൗണ്ടൻസ് കാണാം, ബേ ഓഫ് കോട്ടൂർ കാണാം. ഇവിടുന്ന് സ്പീഡ് ബോട്ടിൽ കയറി കുറച്ച് ട്രാവൽ ചെയ്താൽ നമുക്ക് അഡ്രിയാറ്റിക് സീയിലെത്താം. ഈ ഫ്രണ്ടിൽ കാണുന്ന ബാങ്കിൽ നിന്ന് കുറച്ച് യൂറോസ് ഒക്കെ മാറി നേരെ ഞങ്ങൾ പീറ്ററിന്റെ സ്പീഡ് ബോട്ടിലേക്ക് നടന്നു. പാർക്കുഞ്ഞിന് സ്പീഡ് ബോട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പാർക്കുഞ്ഞ് വളരെ എക്സൈറ്റഡ് ആണ്. പാർക്കുഞ്ഞാണ് മോണ്ടിനീഗ്രോ എന്ന ഈ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തത്. ആൻഡ് അതിന്റെ പ്രധാന റീസൺ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ അങ്ങനെ ബേ ഓഫ് കോട്ടൂറിലൂടെ നേരെ ട്രാവൽ ചെയ്യുന്നത് ഒരു ഐലൻഡിലേക്കാണ്. ആ ഐലൻഡിൽ 600 വർഷങ്ങൾക്ക് മുന്നേ പണിത ഒരു ചർച്ച് ഉണ്ട്, അവർ ലേഡി ഓഫ് റോക്സ്. ഇത് അങ്ങ് ആ ദൂരത്ത് കാണുന്നതാണ് അവർ ലേഡി ഓഫ് റോക്സ്. ചുറ്റും മലകളാണ്. ആൻഡ് ആ മലകളുടെ നടുക്ക് ഒരു കുഞ്ഞി ഐലൻഡ്. ആൻഡ് ആ കുഞ്ഞി ഐലൻഡിലാണ് ഈ മാർവലസ് കാത്തലിക് ചേർച്ച് ഉള്ളത്. കാത്തലിക്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പിൽഗ്രിമേജ് സൈറ്റ് കൂടെയാണ് മേരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഈ അവർ ലേഡി ഓഫ് ദ റോക്സ്. ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കുഞ്ഞി ഐലൻഡ്. ആൻഡ് ഈ പള്ളിയിലോട്ട് കയറാൻ നമുക്ക് ആകെ 3 യൂറോയെ അഡ്മിഷൻ ഫീ ആയിട്ടുള്ളൂ. ജൂലൈ 22, 1452 2 ഫിഷർമെൻ ഇന്ന് ഈ ചർച്ച് നിൽക്കുന്ന സ്ഥലത്ത് ആ കാണുന്ന മഡോണയുടെയും കുഞ്ഞിൻ്റെയും ഐക്കൺ കണ്ടെത്തുന്നു. അവരത് നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നു. പക്ഷെ പിറ്റേ ദിവസം അതിവിടെ തന്നെ റീഅപ്പിയർ ചെയ്യുന്നു. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ കാണുന്ന സ്പോട്ടിൽ ഒരു ചർച്ച് പണിയാൻ തീരുമാനിക്കുന്നു. ഒറിജിനൽ സ്ട്രക്ചർ 1452 പണിതതെങ്കിലും നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്ട്രക്ചർ 1632 പണി തീർക്കുന്നത്. 1722 കുറെ എക്സ്പാൻഷൻസും ഇതിന് നടത്തിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചേർച്ചിന്റെ ഈ ഒരു പോർഷൻ ആർട്ടിഫാക്ട്സും ആർട്ട് വർക്ക്സും ഉള്ളൊരു മ്യൂസിയം ആണ്. ഇവയിൽ പലതും സെയിലേഴ്സും അവരുടെ ഫാമിലീസും സേഫ് വോയേജസിന് വേണ്ടി മേരിക്ക് സമ്മാനിച്ചതാണ്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് പെറസ് ടൗണിലെ വിശ്വാസികൾ
കോട്ടൂർ കായലിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് നിർമ്മിച്ചെടുത്തത്. എല്ലാ വർഷവും ജൂലൈ 22 വിശ്വാസികൾ അവരുടെ ബോട്ടിൽ വന്ന് ചെറിയ കല്ലുകൾ ഈ ആർട്ടിഫിഷ്യൽ ഐലൻഡിന്റെ ചുറ്റും സമർപ്പിക്കാറുണ്ട്. ഈ ഫെസ്റ്റിവലിന്റെ പേരാണ് ഫാഷിനാദ. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇനി നിങ്ങളെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊരു കാഴ്ച കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ ട്രിപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ ഒരു സോവനിയർ ഷോപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് സോവനിയേഴ്സൊക്കെ മേടിച്ചു, ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു. നേരെ അടുത്ത റൂമിലേക്ക് പോയി. ഈ മ്യൂസിയത്തിലെ ഏറ്റവും വാല്യുബിളായ ആർട്ട് വർക്കാണ് നമ്മളീ കാണുന്നത്. 25 വർഷം കൊണ്ടാണ് ഈ ആർട്ട് വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആർട്ട് വർക്ക് ഉണ്ടാക്കിയ ലേഡി അവരുടെ ഒറിജിനൽ ഹെയർ പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് ആൻഡ് സിൽവർ ത്രെഡ്സും ഈ ഒരു ആർട്ട് വർക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയുടെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ ഈ കാണുന്നത് ഒരു ഓർത്തഡോക്സ് ചേർച്ച് ആണ്. അവർ ലേഡി ഓഫ് റോക്സിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ കാണുന്നത് ഈ ചേർച്ച് ആണ്. പക്ഷെ ഇങ്ങോട്ട് വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. സോ ഇതാണ് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പാരീസ് ടൗൺ. ബ്യൂട്ടിഫുൾ അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ പീറ്റർ. ഹായ് പീറ്റർ. പീറ്ററിന്റെ ഈ ഇൻസ്റ്റഗ്രാം ആട്ടോ ഇത്, sittravel.tv. അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ പീറ്റർ. അങ്ങനെ നമ്മളുടെ പ്രൈവറ്റ് ടൂർ കഴിഞ്ഞു. പീറ്റർ ഞങ്ങൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ഇനി വൈകുന്നേരം പീറ്റർ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരും ഗ്രൂപ്പ് ടൂറിന് വേണ്ടി. അതിന് മുന്നേ നമുക്ക് ലഞ്ച് കഴിക്കണം. നേരെ നമ്മൾ ബോക്ക എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി. പോർട്ടോ മോണ്ടിനീഗ്രോയിലെ ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് ഈ ബോക്ക റെസ്റ്റോറൻറ്റ്. മുമ്പേ ഇവിടുത്തെ മാനേജറായ വുക്കാസിനാണ് നമ്മളെ പൗണ്ട് മാറ്റി യൂറോ ആക്കാനൊക്കെ ബാങ്കിൽ സഹായിച്ചത്. നമുക്ക് ബ്രെഡ് സെർവ് ചെയ്തു. So this is Vukasin, the manager. Vukasin, yes. Vukasin, the manager. He's so good with us, and we are just enjoying this. Cheers! Cheers! Truffles, pasta, and our calamari. ആൻഡ് നമ്മുടെ ആനിവേഴ്സറി ഒക്കെ ആയതുകൊണ്ട് അവർ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു കട്ട് ഫ്രൂട്ട്സ് പ്ലേറ്റും കൂടെ നമുക്ക് തന്നു. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് അഡ്രിയാറ്റിക് സീയിലെ ഒരു സബ്മറൈൻ ടണലിലോട്ടാണ്. ഈ കാണുന്നതാണ് ആ സബ്മറൈൻ ടണൽ. നമ്മളിപ്പോൾ ഈ കാണുന്നത് പണ്ടത്തെ ഒരു പ്രിസൺ ആയിരുന്നു. ഇപ്പോൾ ഇതൊരു 5 സ്റ്റാർ റിസോർട്ടാണ്. അവിടെ നമ്മൾ നേരെ പോയത് ബ്ലൂ കേവ്സിലേക്കാണ്. അതായത് ഈ ട്രിപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, അഡ്രിയാറ്റിക് സീയിലെ ബ്ലൂ കേവ്സ്. നേരെ ഇനി നമ്മൾ അഡ്രിയാറ്റിക് കടലിലേക്ക് എടുത്ത് ചാടാൻ പോവാണ്. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഇനി നല്ലോണം ഒന്ന് റെസ്റ്റ് ചെയ്യണം, നാളത്തേക്ക് നല്ലോണം ചാർജ് ആവണം. Day 3 in Montenegro started with the breakfast and നമുക്കിന്ന് റെൻ്റ് കാർ വരും. ടൊയോട്ട യാരിസ് ആണ് നമുക്ക് കിട്ടിയത്. 60 euros ആണ് പെർ ഡേ ചാർജസ്. ഇതാണ് ഇവിടുത്തെ ഒരു പെട്രോൾ സ്റ്റേഷൻ. ഇതൊരു ഹൈബ്രിഡ് കാറാണ്. നമ്മളൊരു 20 euros പെട്രോൾ അടിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായി. സോ വി ആർ en route to Porto Novis, the one and only resort. ഞങ്ങളങ്ങനെ പോർട്ടോ നോവി ട്രാവൽ ചെയ്യുന്നതിന്റെ വഴിയിൽ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. ദോ ആ കാണുന്ന സ്പോട്ടിലാണ് അഡ്രിയാറ്റിക് സീയും ബേ ഓഫ് കോട്ടൂറും ഒന്നിക്കുന്നത്. നല്ല ചൂടാണ്. ഞങ്ങളൊരു വൈറ്റമിൻ വാട്ടറൊക്കെ മേടിച്ച് ഈ ഫെറിയുടെ സൈഡിൽ നിന്ന് ഫെറിയുടെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പുറത്തു നിന്നൊരു ബേക്കറിയിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു. ഇവിടുത്തെ ബേക്കറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെ കേട്ടോ.
നേരെ ഞങ്ങളങ്ങനെ പോർട്ടോ നോവിയിലെത്തി. ഇതാണ് വൺ ആൻഡ് ഓൺലി പോർട്ടോ നോവി റിസോർട്ട്. ഇവിടെ ടെന്നീസ് പ്ലേയേഴ്സ്, ഫേമസ് അത്ലീറ്റ്സ് ഒക്കെ എപ്പോഴും വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. ഭയങ്കരം വലിയൊരു റിസോർട്ടാണെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ളൊരു 5 സ്റ്റാർ റിസോർട്ട്. ഇവിടെ നിന്നുള്ള വാട്ടർ വ്യൂ സൂപ്പറാണ്. ഇദ്ദേഹം ഒരു അവാർഡ് വിന്നിംഗ് ബാർടെൻഡറാണ്. ഇവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം പാർക്കുഞ്ഞൊരാഗ്രഹം, ഒരു കോക്ടെയിലൊക്കെ ഓർഡർ ചെയ്യണമെന്ന്. ഞാനൊരു ടേസ്റ്റ് ഓഫ് മോണ്ടിനീഗ്രോ ഓർഡർ ചെയ്തു ആൻഡ് പാറു ഒരു പിസ്താഷ്യോ കോക്ടെയിൽ. നമ്മളുടെ കോക്ടെയിലാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം നല്ലൊരു പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു. ടേസ്റ്റ് കുറച്ച് ഹാർഡാണ്. ആൻഡ് ഈ ഒരു കോക്ടെയിലിൽ അവർ എഗ് വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് ക്യുക്ക് നിബിൾസൊക്കെ കഴിച്ച് നേരെ അവിടുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് പോയി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ് ഈ ഗ്രാൻഡ് പിയാനോ. അതിനുശേഷം ഞങ്ങൾ പുറത്തെ കാഴ്ചകളിലേക്ക് പോയി ഒരു ക്യുക്ക് വാക്ക് എടുത്തു. അതിനുശേഷം ഞങ്ങൾ സ്ട്രേറ്റ് ഫെറി പിടിച്ച് ടിബറ്റിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ആ കാണുന്ന ഫെറിയിലാണ് നമ്മൾ മറുകര ചാടാൻ പോകുന്നത്. ഈ ഫെറി പിടിച്ചില്ലെങ്കിൽ ഏകദേശം നമ്മൾ 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഫെറി ആണെന്നുണ്ടെങ്കിൽ ആകെ 5 മിനിറ്റ് നമുക്ക് സമയമെടുക്കത്തുള്ളൂ. ആൻഡ് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ സ്ട്രൈക്കിംഗ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കാറുകൾ സ്വിറ്റ്സർലൻഡ് രജിസ്ട്രേഷൻ വണ്ടികളാണ്. അവിടെ നിന്ന് കുറേ ടൂറിസ്റ്റുകൾ ഇവിടോട്ട് വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഞങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ഒരു വാട്ടർ ബോഡി ക്രോസ് ചെയ്ത് ടിബറ്റിൻ്റെ കരയിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ നേരെ കോട്ടൂർ ലക്ഷ്യം വെച്ച് ഡ്രൈവ് ചെയ്തു. ഈ ഒരു ഡ്രൈവ് വൺ ഓഫ് ദ മസ്റ്റ് ഡു ഡ്രൈവായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു സൈഡിൽ വാട്ടർ ബോഡി, മറ്റേ സൈഡിൽ മൗണ്ടൻ ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്സ്. ഇതിനകത്താണ് കോട്ടൂർ ഓൾഡ് ടൗൺ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന ക്രൂയിസ് ഷിപ്പിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഈ കാണുന്ന എല്ലാവരും. അങ്ങനെ നിരവധി ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി ഈ ഓൾഡ് കോട്ടൂരിലേക്ക് വരുന്നത്. നല്ല ചൂടാണ്, ഒരു ദാക്ഷിണ്യമില്ല. ഞങ്ങൾ 2 ക്യാപ്സൊക്കെ മേടിച്ചു. അങ്ങനെ ഞാൻ ക്യാപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് അവിടുന്ന് 2 ഐസ്ക്രീംസൊക്കെ ഗ്രാബ് ചെയ്ത് ഞങ്ങൾ നേരെ കോട്ടൂർ ടൗൺ, ഓൾഡ് കോട്ടൂർ ടൗൺ എക്സ്പ്ലോർ ചെയ്യാനിറങ്ങി. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ. അറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ പണിത ഓൾഡ് കോട്ടൂർ ടൗൺ, അവിടുത്തെ ഒരു കത്തീഡ്രലാണിത്. ആൻഡ് ഇതിനപ്പുറത്ത് തന്നെ വേറൊരു വലിയൊരു കത്തീഡ്രൽ നമുക്ക് കാണാം. ഈ ഒരു പള്ളിയിലെ താഴത്തെ ഫ്ലോറിങ് എന്നെ ശരിക്കും അട്രാക്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓൾഡ് കോട്ടൂർ ടൗണിലെ നാരോ സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നേരെ വെളിയിലേക്ക് കടന്നു. നമുക്ക് എവിടെ നോക്കിയാലും ഇവിടെ സൗനിയർ ഷോപ്സാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത് ഓൾഡ് കോട്ടൂർ ടൗൺ എക്സ്പ്ലോർ ചെയ്ത് നേരെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നേരെ റൂമിലെത്തി അവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നേരെ ക്ഷീണം മാറ്റാൻ ഇൻഫിനിറ്റി പൂളിലേക്ക് ചാടി. ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. 4.9 റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. പക്ഷേ ഒരു ഉൾനടയിലാണ്, എന്നിട്ടും ഭയങ്കര തിരക്കാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തു ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നേരെ ആദ്യം ബ്രെഡാണ് വന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്, കാരണം ഫുൾ സ്റ്റോണിലാണ് ആൻഡ് വുഡ് ഫിനിഷ് ഉണ്ട്. പാർക്കും ഞങ്ങനെ ബ്രെഡൊക്കെ ട്രൈ ചെയ്യുന്നു. ഇനി നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഫുഡും നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. പൊളി സൂപ്പ് കേട്ടോ, നല്ല അല്ലേ, ക്ലാസിക് ബീൻ സൂപ്പ്. പൊട്ടറ്റോസിൻ്റെ ഒരു ഐറ്റം കൂടെ പറഞ്ഞായിരുന്നു. ഓ മസ്റ്റർ, എങ്ങനെയാ ഇത് തീർക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓൾറെഡി സൂപ്പൊക്കെ കുടിച്ച് ഫുള്ളായി. ഇത് കഴിച്ചിട്ട് പറയാം. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. നേരെ ഞങ്ങൾ ബാക്കി ഫുഡൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഹോട്ടലിലെത്തി. 4th day in Montenegro ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം പോഡ്ഗോറിക്ക പോവാന്നുള്ളതാണ്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വണ്ടിയിൽ കയറി. നല്ല ചൂടുണ്ട്. സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് ഞങ്ങൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. വളരെ സീനിക് ആയിട്ടുള്ള റൂട്ടിൽ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവ് ഉള്ളത്. കുറേ ഹെയർ പിൻ ബെൻസ് ഉണ്ട്. ആൻഡ് അങ്ങ് ദൂരത്ത് നമുക്ക് സ്റ്റിവറ്റ് സിറ്റിയും ബേ ഓഫ് കോട്ടൂറും എല്ലാം കാണാം. ഈ കാണുന്ന ഹെയർ പിൻ ബെൻസ് എല്ലാം താണ്ടി വേണം നമുക്കിന്ന് പോഡ്ഗോറിക്കയിൽ എത്താൻ. അതായത് നമ്മളൊരു മൗണ്ടിന് മേളിലെത്തുന്നു, അവിടുന്ന് അത് കവർ ചെയ്യുന്നു, തിരിച്ചിറങ്ങി പോകുന്നു. നമ്മൾ മുമ്പേ കണ്ട ആ ഹെയർ പിൻ ബെൻഡിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. വണ്ടികളെല്ലാം വളഞ്ഞ് കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുവഴിയുള്ള ഒരു ഡ്രൈവ് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങള് വാദിവേഗം ഈ ഹെയർ പിൻ ബെൻസ് എല്ലാം കവർ ചെയ്തു. ഇടയ്ക്കൊരു കേബിൾ കാർ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഈ കാണുന്ന ടണലും കവർ ചെയ്ത് ആ ഹെയർ പിൻ ബെൻസ് എല്ലാം താണ്ടി ഇപ്പുറത്തെത്തി. പക്ഷെ ഇപ്പുറത്തെത്തിയപ്പോഴാണ് പണി പാളിയത്. ഈ റേസിങ്ങിന് വേണ്ടി അവരെ റോഡ് അടച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അവിടെ നിന്ന് കുറച്ചു നേരം ഈ റേസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു ഏരിയയിലെ മോണ്ടിനീഗ്രോയും അല്ലെങ്കിൽ റോഡ്സും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ആ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ റേസ് ഒക്കെ നടത്തുന്നത്. ഒരു വണ്ടികളുടെ വലിയൊരു ലൈനപ്പ് തന്നെ ഇപ്പുറത്ത് ട്രാഫിക്കായിട്ട് ഫോം ചെയ്തു. ഈ ബഗിയിലുള്ള കുട്ടികളെയൊക്കെ കണ്ട് അവർക്കൊരു ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഹില്ലിന്റെ മണ്ടയ്ക്ക് എത്തി. ഇവിടെ നമുക്ക് ആ ഹെയർ പിൻ ബെൻസ് കാണാം, ടിവറ്റ് എയർപോർട്ടിന്റെ റൺവേ കാണാം, അതേപോലെ തന്നെ അപ്പുറത്ത് ക്രൂയിസ് ഷിപ്പും കാണാം. ബേ ഓഫ് കോട്ടൂറിലെ കോട്ടൂർ ടൗണിനടുത്തുള്ള ക്രൂയിസ് ഷിപ്സ്. നമ്മൾ ഇന്നലെ അവിടുന്ന് ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോരുന്നത് കണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെയും പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞങ്ങളുടെ ജേണി പിന്നെയും തുടങ്ങി. ഇവിടോട്ടുള്ള റോഡ്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളിയാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു വാട്ടർ ബോഡി ഫീൽ ഇല്ല. നേരെ ഞങ്ങൾ പോഡ്ഗോറിക്കോയിലെത്തി. ഇതാണ് മോണ്ടിനീഗ്രോയുടെ ക്യാപിറ്റൽ. ഭയങ്കര വലിയൊരു സിറ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ചെറിയൊരു സിറ്റി. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടം പോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് ഒരു സോസേജ് റോളൊക്കെ മേടിച്ചു. ഈ ഒരു സോസേജ് റോളിന് ഒരു ഭയങ്കര പ്രത്യേകത തോന്നുന്നില്ലേ? ഞങ്ങൾ അങ്ങനെ കുറച്ച് ബുറാക്കൊക്കെ മേടിച്ചു, വൈറ്റമിൻ വാട്ടർ മേടിച്ചു. ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈറ്റമിൻ വാട്ടറൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് പോയി. ഇതാണ് പോഡ്ഗോറിക്കയുടെ നടുക്കുള്ള സെൻട്രൽ സ്ക്വയർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. എല്ലാ മേജർ സിറ്റീസിലും നമുക്കിങ്ങനെ ഒരു സ്ക്വയർ കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഡ്ഗോറിക്കോ സിറ്റിയിലെ ഈ ബ്രിഡ്ജും ഒക്കെ കവർ ചെയ്ത് നേരെ ഞങ്ങൾ സ്വെറ്റി സ്റ്റെഫാൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് യാത്ര തിരിച്ചു. അപ്പുറത്തെ ഒരു പച്ച വാട്ടർ ബോഡിയും മലയൊക്കെ നല്ല രസമല്ലേ. ഈ ടണലിൽ ഒരു പ്രത്യേകതയുണ്ട്. ഏകദേശം 3 കിലോമീറ്റർ സ്ട്രെച്ചിലാണ് ഈ ടണൽ കിടക്കുന്നത്. ആൻഡ് ഇത് യൂസ് ചെയ്യാൻ നമ്മൾ ഒരു 5 പൗണ്ട് സർവീസ് ചാർജും കൊടുക്കണം. ഞങ്ങളങ്ങനെ നേരെ സ്വെറ്റി സ്റ്റെഫാനിലെത്തി. അവിടുത്തെ ഒരു ബീച്ചാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് സ്വെറ്റി സ്റ്റെഫാൻ. നേരെ ഞങ്ങൾ എളുപ്പം അവിടെ ഒന്ന് കവർ ചെയ്തിട്ട് ഞങ്ങളുടെ ഹോട്ടലെത്തി. അവിടെ നിന്ന് നേരെ ഡിന്നർ കഴിക്കാൻ എത്തി. കോട്ടൂരിലാണ് പിന്നെയും തിരിച്ചെത്തിയത്. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡിന് വേണ്ടി തെരഞ്ഞു നടക്കുകയാണ് കോട്ടൂർ ഓൾഡ് ടൗണിന്റെ ഫ്രണ്ടിലൂടെ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് യൂറോപ്പ് കപ്പ് ഫൈനലിലൂടെയാണ്.
അപ്പം ഇന്ന് ഞങ്ങൾക്ക് മാച്ചും കാണണം. സോ അങ്ങനെ മാച്ച് പ്ലേ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ തപ്പി ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെയാണ് ഞങ്ങളുടെ ഡിന്നർ. മിക്സ് ഗ്രില്ലാണ് പിന്നെ ഓർഡർ ചെയ്തത്. ഹ്യൂജ് പോർഷൻ ആയിരുന്നു. പക്ഷെ ഇന്നലത്തെ റെസ്റ്റോറൻറ്റിന് അത്രയും ടേസ്റ്റി അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ മോണ്ടിനീഗ്രോ ആണിത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പാർക്കുഞ്ഞിന് വിഷമമായി പോകുന്നതിൻ്റെ. പിന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോയി. റെന്റ് കാർ ഞങ്ങൾ റിട്ടേൺ ചെയ്തു. ഈസി ജെറ്റിലാണ് ഞങ്ങളുടെ തിരിച്ചുള്ള ട്രാവലിംഗ്. ആൻഡ് ഫൈനലി ഞങ്ങൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മോണ്ടിനീഗ്രോ ട്രിപ്പിന്റെ ഓവർവ്യൂ. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്.